ഏയ് എലിസ്, എത്ര മനോഹരമാണ് നിന്റെ വയൽ വാഹനം. നിന്റെ ഈ സൗന്ദര്യം, നിന്റെ ഈ സംഗീതജ്ഞാനവും എന്നെ മത്തുപിടിക്കും. എത്ര നാളായെന്നറിയാം ഞാൻ നിന്നോട് മറച്ചു വയ്ക്കാൻ തുടങ്ങിയിട്ട്. ഇന്ന് എനിക്കെല്ലാം നിന്നോട് തുറന്നു പറയാം. പക്ഷേ ഞാൻ ചോദിച്ചോട്ടെ, അച്ഛനില്ലാതെ എനിക്കൊരാശ്രയമില്ല എന്ന്, മാതാപിതാക്കളുടെ സമ്മതമില്ലാതെ ഒരു പ്രേമബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയില്ല എന്നത് സത്യമാണ്. അവർ പ്രേമബന്ധത്തിൽ നിന്ന് വിമുക്തരായതുകൊണ്ട് അവർക്ക് മറ്റ് വ്യാമോഹങ്ങളില്ല. അവർ ആകൃതി കണ്ട് മയങ്ങുന്നവരല്ല. നമുക്ക് ക്ഷേമകരമായത് കണ്ടെത്താൻ അവർക്ക് കഴിയും. അവർ നമ്മെ അന്തരാക്കുന്ന വികാരത്തേക്കാൾ കൂടുതൽ ലോകപരിചയമുള്ളവരാണ്. അതുകൊണ്ട് നമുക്ക് അവരോടൊപ്പം കഴിഞ്ഞു പോകാം. ഏലിസ്, ഞാൻ അഗാധമായി പ്രണയിക്കുന്നു ഈ സൗന്ദര്യം, മികവിന്, ഭക്തി, ലാളിത്യത്തിൽ എന്ത് ആത്മാർത്ഥയോടു കൂടിയാണ് അവൾ അമ്മയെ ശുശ്രൂഷിക്കുന്നത്. സ്നേഹം നിർമ്മലമാണെന്ന് ഞാൻ അവളിലൂടെ അറിയും. ഇന്ന് എനിക്കെല്ലാം തുറന്നു പറയണം. ഇന്ന് എന്റെ മനസ്സിലെ ഭാരം മുഴുവൻ ഇറക്കി വയ്ക്കണം. ഏലിസ്, ഞാനങ്ങോട്ട് വന്നോട്ടെ? എല്ലാ ദുഃഖങ്ങളും ഇന്ന് ഇറക്കി വയ്ക്കും. ഏലിസ്, ഞാനങ്ങോട്ട് വരികയാണേ. എങ്ങനെ പുറത്ത് കിടക്കും? ഹലോ, ഇവിടെ ആരുമില്ലേ? എന്നെ ഒന്ന് രക്ഷിക്കണേ. രക്ഷപ്പെട്ടു. എല്ലാം പറഞ്ഞതുപോലെ അപ്പൊ ഞാൻ പോവുകയാണേ. ആരാ? ഞാനാ, ഹെൻറി. ഓ, മോനായിരുന്നു. സുഖമാണല്ലോ അല്ലേ? ഓ, അങ്ങനെ കഴിഞ്ഞു പോകുന്നു. മെയ്യരങ്ങി പണിയെടുക്കാത്ത ദൂതൻ, കാലരങ്ങി പണിയെടുക്കാത്ത ദൂതൻ. കുറെ കാലം കഴിയുമ്പോൾ മനുഷ്യർ വീൽ ചെയറുകൾ മാത്രം. അങ്ങനെ പണ്ട് കാലത്ത് ചെറിയ എല്ലുകളെയും പച്ച മാംസത്തെ ദീപിക്കുന്ന എൻസൈമുകൾ നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിച്ചു. നമ്മൾ ആഹാരം പാകുന്നത് കഴിക്കാൻ തുടങ്ങി പിന്നെ അതില്ലാതെ കാലനയ്ക്ക് പണിയെടുക്കാൻ കഴിയാൻ വരുമ്പോൾ മനുഷ്യന് കാലില്ലാതെ വെറും വീൽ ചെയറുകൾ മാത്രം. സൂര്യഭഗവാന്റെ തേരാളിയെ പോലെ ഇടിക്ക് മുകളിൽ മാത്രമാകുന്ന മാംസബന്ധം ന്യൂജൻ. ഉപദേശം കേട്ട് മടുത്തു. ഓ, ഞാൻ നിർത്തി. അല്ല, എന്നെ അന്വേഷിച്ച് വന്നിരുന്നല്ലോ ഒരു പെരുങ്കള്ളൻ. ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു. എങ്ങോട്ട് പോയി? മരഞ്ഞാനൊക്കെ ഓട്ടിച്ചു വിട്ടു. എങ്ങോട്ട് പോയി വെട്ടുവഴിയിലെ പോയി നോക്കണം. അയ്യോ, പോളെ നിർത്തി, ഞാൻ വരുന്നു.
എന്താ? അങ്ങനെ സംഭവിക്കാമല്ലോ. എത്രയോ അച്ഛന്മാർ വംശം നിലനിർത്താൻ മക്കളെ വിവാഹം കഴിച്ചിരിക്കുന്നു. ഉദാഹരണത്തിന് ലോകല്ലേ വംശം നിലനിർത്തിയത്. പുരാണങ്ങളിൽ മഹാമുനി അഗസ്ത്യൻ ആരെയാ, മഹാമുനി ബ്രഹ്മാവ് ആരെയാ കല്യാണം കഴിച്ചത്? അതുപോലെ നമ്മുടെ സ്വത്ത് അന്യം പോകാതിരിക്കാൻ ചേച്ചി അനിയന് കല്യാണം കഴിക്കാം. അങ്ങനെ ആയാൽ നമ്മുടെ സ്വത്ത് നമ്മുടെ കയ്യിൽ തന്നെ നിൽക്കും. പിന്നെ എന്റെ ആഗ്രഹവും സാധിച്ചാൽ അവളുടെ സമ്പാദ്യവും എന്റെ സ്വത്തുക്കളും കൂടി ചേരുമ്പോൾ ഞാനൊരു മെഗാ മില്യനറാകും. അതുപോലെ പൂന്തോട്ടത്തിലെ പെട്ടികളുടെ എണ്ണവും കൂടും. മോളെ, ഓ, പറഞ്ഞോ. അച്ഛന്റെ സ്വഭാവം അറിയാമല്ലോ. എനിക്കറിയാം. മഹാപിശുക്കനും എല്ലാത്തിനോടും സംശയം. അപ്പോ നമ്മുടെ നേടിയെടുത്തേ പറ്റും. ഞാൻ ഏറ്റു. രണ്ട് കാര്യങ്ങളാണ്. പൈസയൊന്നുമില്ല, എല്ലാം പോയി. പ്രമാണം വെച്ച് പൈസ വാങ്ങിയേ പറ്റുള്ളൂ. രണ്ടാമത് കല്യാണം കാര്യം ഞാൻ ഏറ്റു. സംസാരിച്ച് ഇന്ന് തന്നെ തീരുമാനത്തിലെടുക്കണം. ഞാൻ ഏറ്റു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ എന്താ വെളിപ്പുറത്ത് തന്നെ ഉണ്ടാവും, എന്നെ വിളിക്കണം കേട്ടോ. ഓക്കെ. ആ പിന്നെ ആ, നമ്മുടെ കാര്യത്തിൽ തീരുമാനം. ഇത് പറഞ്ഞതുപോലെ തന്നെ. ശരി ശരി. ഓ, ഓക്കെ. ഹലോ ഹലോ, ആരാ? ഞാനാ പോൾ. മുന്നോട്ട് വന്നോട്ടെ. ഒത്തിരി വയ്ക്കില്ലല്ലോ. ഒരു ഗുണമുള്ള കാര്യം പറയാനാ. ഒരു വായ്പ, ഒരു കൈവായ്പ. എനിക്കാരോടും ഒരു പിണക്കവുമില്ല, പരിഭവവുമില്ല. എല്ലാവരും നന്നായിരിക്കണമെന്നേ ഉള്ളൂ. ആ കാര്യമാ, എന്താ കാര്യം? ഞാനൊന്ന് ചോദിക്കട്ടെ, അങ്ങ് ഒറ്റയ്ക്ക് വണ്ടിക്കുട്ടൊക്കെ വേണ്ടേ? വേണം. അതിനെ കുറിച്ചൊക്കെ ഞാൻ ആലോചിക്കുന്നുണ്ട്. എന്റെ പരിചയത്തിൽ ഒരാളുണ്ട്, ഞാനൊന്ന് ആലോചിക്കട്ടെ. ആയിക്കോട്ടെ, ആലോചിച്ചു. പിന്നെ ഞാനൊരു വായ്പയുടെ കാര്യം പറഞ്ഞു. എന്തായി? ആർക്കാ വായ്പ? അതിന് ഞാൻ പറയാം. എന്തിനാ വായ്പ? കല്യാണ ആവശ്യത്തിന്. നോ, അത് നടക്കില്ല. അതെന്താ? ആ മണിക്ക് ഗ്രോത്തില്ലല്ലോ. നെറ്റ് എന്താ കച്ചവട ആവശ്യത്തിനാണെങ്കിൽ 20% ഇൻട്രസ്റ്റോട് വായ്പ ഇപ്പൊ തരാം. അതും ആധാരത്തിനുണ്ട്. ഒറിജിനൽ ആധാരം, മുന്നാധാരം, 35 വർഷത്തെ ബാധ്യതാസത്തിന്റെ. പിന്നെ ഡീലിങ്സ് കൃത്യമായിരിക്കണം. എല്ലാ മാസവും 5-ാം തീയതി ഇൻട്രസ്റ്റ് കിട്ടിയിരിക്കണം. ഇല്ലെങ്കിൽ അത് മുതലിനോടുകൂടി കൂട്ടും. അത് സംഭവിച്ചു. അതെല്ലാം ഞാൻ ഏറ്റു. ഞാന് അടുത്ത ഒരു കാര്യം പറയാനുണ്ട്. എന്താ? കല്യാണത്തിന് ആ ആദ്യം അങ്ങേ, ആ രണ്ടാമത് അങ്ങയുടെ മകൻ രണ്ടേക്ക്. എടാ, അവന്റെ ചുറ്റിക്കളിക്ക് എനിക്കറിയാം. അത് നടക്കട്ടെ. പിന്നെ എന്റെ കാര്യം അതൊക്കെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. ഓ, അങ്ങനെ. ആ അങ്ങനെയൊക്കെ ആയിപ്പോയി. ഞാനേ ഒരു വായ്പയുടെ കാര്യം പറയാം. അതെന്താ? വായ്പ വന്നാൽ ആള് കൊണ്ടുണ്ടോ? വായ്പ എത്തും. ആ, ആധാരം കൊണ്ടുവന്നില്ല. ആധാരം കൊണ്ടുവന്നിട്ടുണ്ട്. എടാ പോടെ. എന്റെ കല്യാണക്കാരൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ദൂരെ കൂട്ടി പറഞ്ഞിട്ടുണ്ട്. മൈ ഡിയർ സൺ, കേൾക്കൂ. ഞാൻ എന്റെ ഏഴാമത്തെ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. ഞാൻ ഇതുവരെ നിനക്ക് വേണ്ടി മാത്രം പറക്കം വിട്ടിട്ട് എന്ന് കരുതി. ഞാൻ എന്ത് ചെയ്യുന്നത് നിന്റെ നല്ലതിന് വേണ്ടി മാത്രമായിരുന്നു. കേട്ടല്ലോ, നിന്റെ നല്ലതിന് വേണ്ടിയിട്ട് മാത്രം. ഇതേ ഞാൻ അവളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. ആരാണ് ആ ഭാഗ്യവതി? എന്റെ അമ്മ.
ഹതഭാഗ്യ. അത് മറ്റാരുമല്ല, തന്റെ അമ്മയെ ഒരു മാലാഖയെ പോലെ ശുശ്രൂഷിക്കുന്ന സുന്ദരിയും സുശീലയുമായ നമ്മുടെ അയൽപക്കാരി, നമ്മുടെ മലയാളിയാ. ഞാൻ എന്താണ് കേൾക്കുന്നത്? സമാധാനം പറഞ്ഞ് മനസ്സിലാക്കി പോയി. ഞാൻ പറയുന്നത് അനുസരിച്ചാൽ അടിവരാകാം. നേരെ മറിച്ചായാൽ പരമദരിദ്രനും. ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ പറയുന്നത് കേൾക്കുക. ഇവിടെ ഈ വീട്ടിലുള്ളവർ എന്റെ വളർത്തുകുട്ടിയെ ഇവ കല്യാണം കഴിച്ചാൽ നമ്മുടെ സ്വത്ത് പുറത്തു പോകില്ല. അവളുടെ സമ്പാദ്യവും കുറിച്ച് എഴുമ്പോൾ ഞാനാണോ ഇവരാണോ മില്യനർ? ഞാനാണ് മില്യനർ. അങ്ങനെയെങ്കിൽ എനിക്ക് കഴിഞ്ഞു പോകാൻ ഞാൻ എന്റെ കുടുംബഭാവം ചോദിക്കുന്നു. ഇതെല്ലാം ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത്. നീ അധ്വാനിക്കും, നീ ദൂർത്തരെന്ന് ബോധ്യപ്പെട്ടാൽ സമ്പാദ്യം കിട്ടും. എന്റെ സാർ സമാധാനമാണ് സാർ. നമുക്ക് ജീവനുണ്ടാകാം. ആധാരം കൊണ്ടുവന്നിട്ടുണ്ട്. പണം വാങ്ങാൻ ആളെത്തിയിട്ടുണ്ടോ? ആളിപ്പോ എത്തും. ആധാരം ഇരിക്കല്ലേ, വീട് വെച്ച് പണം തന്നേക്കൂ. നോക്കട്ടെ. എടാ ഹെൻറി, നീ ഇവിടെ വന്നിട്ടുണ്ടോ? ഇത് എനിക്ക് എഴുതി നൽകിയ എന്റെ ഗ്രാൻഡ് ഫാദർ എഴുതി തന്ന എനിക്കുള്ള ആധാരമല്ല. ഇതെങ്ങനെ തപ്പിയെടുക്കാം? ഞാൻ അലമാരയിൽ ഭദ്രമായി കഴിഞ്ഞതിന്റെ ആധാരം തപ്പിയെടുത്തു. കള്ളനും കൈകളുമാരുമാക്കിയ ഇതിനാണ് എന്റെ അവകാശമൊക്കെ പിന്നെ പറയാം. പോടാ, രണ്ട് പോടാ. ഞാൻ അന്നേ പറഞ്ഞില്ലേ, ഇവിടെ ആരോ കിടന്ന് കറങ്ങുന്നുണ്ടെന്ന്. എന്നെയും എന്റെ സമ്പാദ്യത്തെയും സദാ നിരീക്ഷിക്കുന്ന ചാരൻ. ഞാൻ അലമാരയിൽ ഭദ്രമായി സൂക്ഷിച്ചിരുന്ന എന്റെ ആധാരം മോഷിച്ചിരിക്കും. അപ്പോൾ എന്റെ പൂങ്കടത്തിലെ പെട്ടികൾ, അയ്യോ എന്റെ താക്കോൽ ഭദ്രമാണ്. അപ്പോൾ എന്റെ സമ്പാദ്യങ്ങളെല്ലാം മോഷിച്ചു പോയോ? തിന്നാതെ കുടിക്കാതെ ഉണ്ടാക്കിയതെല്ലാം അയ്യോ പണ്ടിന്റെ അടിയിൽ നിന്നവൻ വെട്ടിക്കൊണ്ട് പോയെന്ന് പറയുമ്പോഴായിരുന്നു. അയ്യോ അഞ്ച് ഇനി ആരായി കണക്കോ? ഇതിലെ സമ്പാദ്യ ഭദ്രമാണ്.
ഇത് ഭദ്രമാണ്. ഇതിലെ സമ്പാദ്യങ്ങൾ ഭദ്രമാണ്. എന്റെ പെട്ടിക്കുള്ളിലെ സമ്പാദ്യങ്ങളെല്ലാം ഭദ്രമാണ്. പെട്ടിക്കുള്ളിലെ എല്ലാ സമ്പാദ്യങ്ങളും ഭദ്രമാണ്. അപ്പോൾ എന്റെ അലമാരിലെ സമ്പാദ്യങ്ങൾ ഭദ്രമാണോ? ഫുൾ എടുക്കണ വീഡിയോ കൊടുക്കണ യൂട്യൂബിൽ കൊടുക്കണ. എന്തിനാ വരവ്? എന്നാ പട്ടിക്കാരോ എന്തെങ്കിലും കട്ടക്കാരോ പോണോ? ഇല്ല. പിന്നെ അങ്ങയുടെ മകന് കല്യാണത്തിന് സമ്മതമാണ്. എടാ പോളെ, അവൻ എന്റെ മകനാ. ഞാൻ പറയുന്നതേ അവൻ കേൾക്കും. ശരിയാ, അങ്ങയുടെ കാര്യം പകർപ്പ. എന്നാലേ ഇനി വെച്ച് താമസിപ്പിക്കണം. അടുത്ത ദിവസം തന്നെ ആയിക്കോട്ടെ. കല്യാണം ഒരുക്കങ്ങൾ തുടങ്ങട്ടെ. ഓക്കെ. എവിടെ? അല്ലേ? അവിടെ നോക്ക്. ആ തോരണിലവിടെ ല്ലേ? ഞാൻ പോണേ. ഈ പിശുക്കന്റെ ഒരു കാര്യം. ഇല്ല, വാടക കഴിക്കുന്ന
കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്കൊരു ഫോട്ടോ ആവാം. എന്താ? അത് മാത്രമാണല്ലോ ഓർമ്മകളുടെ ഒരു ശേഷിപ്പ്. ഓക്കെ? ആ ശരിയായല്ലേ? ആ അവിടെ എവിടെ ഫോട്ടോഗ്രാഫർ? ഫോട്ടോഗ്രാഫർ എല്ലാം റെഡിയല്ലേ? എല്ലാം റെഡിയാ. നല്ല ഫോട്ടോ ആയിരിക്കും. ഫോട്ടോകൾ എപ്പോഴും മെച്ചമുള്ളതായിരിക്കും. ഓക്കെ എല്ലാ ഫോട്ടോകളും ജീവസ്മൃതയാകാൻ ഒരു ചിരി എപ്പോഴും നല്ലതാണ്. ഓക്കെ, 1 2 3 once more 1 please 1 2 3 thank you. അവർക്കറിയില്ലല്ലോ ഞാൻ ആരാണ്. കല്യാണം കഴിഞ്ഞ സ്ഥിതിക്കും അവൻ അവകാശങ്ങൾ ചോദിച്ച സ്ഥിതിക്കും എന്റെ അലമാരിലെ സമ്പാദ്യങ്ങൾ ഭദ്രമാണെന്ന് നോക്കണ്ടേ? എന്റെ സമ്പാദ്യങ്ങളെല്ലാം പുറത്താണല്ലോ. എങ്ങനെ ദൈവമേ, എന്റെ ആരെങ്കിലും എന്റെ സമ്പാദ്യങ്ങൾ സമ്പാദ്യം വെള്ളം കത്തിത്തീർന്ന ഇതിന്റെ ധൂമപടലത്തിലുള്ള കരിന്തിരി ഞാൻ ഇദ്ദേഹത്തിനായി സമർപ്പിക്കും. കത്തിത്തീർന്ന ഇതിന്റെ ധ്രുവ പഠനത്തിലുള്ള കരിന്തിരി ഞാൻ ഇതിവിടെ സമർപ്പിക്കും. ഞാനിതാ ഇവിടെ സമർപ്പിക്കും. നാടകം ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.